എന്റെ പേര് മീനാക്ഷി മാധവി. ഈ ചിത്രത്തില് അന്ന എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മീഡിയ, ബാക്കി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു. ഞങ്ങളുടെ ഈ ഒരു ചെറിയ സെലിബ്രേഷന്റെ ഭാഗമാവാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് യു പറയാനുള്ളത് ഞങ്ങളുടെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സാറിനോടാണ്. താങ്ക് യു സോ മച്ച് സർ. പിന്നെ നമ്മുടെ സംവിധായകൻ പിന്റോ ചേട്ടൻ, റൈറ്റർ ഷാരിസ്ക, ഇതിൽ എന്റെ കൂടെ അഭിനയിച്ച എന്റെ മമ്മി ജെസ്സി മമ്മി, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു നല്ലൊരു വിജയമായിട്ട് ഈ മൂവി വരണം എന്നുള്ളത്. അതുപോലെ തന്നെ വന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ മൂവി ഇത്രയും നല്ലൊരു ഹിറ്റിലേക്ക് എത്തിച്ച ഞങ്ങളുടെ പ്രേക്ഷകരോടാണ്. ഞങ്ങളെ എല്ലാവരെയും ഓരോരോ കഥാപാത്രങ്ങളെയും നിങ്ങൾ സ്വീകരിച്ചു നല്ല രീതിയിൽ. അതോടൊപ്പം തന്നെ വിമർശിച്ച എല്ലാവരോടും താങ്ക് യു പറയുന്നു. കാരണം നിങ്ങൾ ഇത്രയും വിമർശിച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മൂവിക്ക് ഇത്രയും നല്ലൊരു വിജയം ലഭിച്ചതും. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ദിലീപേട്ട, താങ്ക് യു സോ മച്ച്. എന്റെ രണ്ടാമത്തെ ചിത്രത്തില് ഇത്രയും വലിയൊരു പ്രതിഭയുടെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എന്റെ കൂടെ ഉണ്ടാവണം ഇനിയും വരുന്ന പ്രോജക്ട്സിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. പിന്നെ നിങ്ങൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള ടൈറ്റിൽ ഇട്ടതിനെ കുറിച്ചാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരവാദിത്വം ഷാരിസിന്റെയും ബിന്ദുവിന്റെയും ഇവരുടെ ചർച്ചയിലുണ്ടായ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മള് അത്രയും സിനിമകൾ ചെയ്യുകയും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഞാൻ ചെയ്ത മായാമോഹിനി, പച്ചക്കുതിര, സൗണ്ട് തോമ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യണമെന്നൊക്കെ. പക്ഷെ അത് ചുരുക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, ബിഗിനിങ് തുടങ്ങിയത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയതിൽ കുറച്ച് കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത്. അതിന്റെ ക്യാപ്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് സംസാരിക്കേണ്ടായി. അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ ആ സിനിമയിലേക്ക്, നമ്മൾ അത്ര കാലം ചെയ്ത സിനിമയെ ഒരു നിമിഷം കൊണ്ട് ഓർമ്മിപ്പിക്കാന്ന് പറയില്ലേ, ആ ഓർമ്മപ്പെടുത്തലുണ്ടാക്കിയത് ഇവരുടെ ഇതാണ്. ഷാരിസ്, താങ്ക്സ് എല്ലാം. നിങ്ങളല്ല സ്വാതന്ത്ര്യമെടുത്തുകൊണ്ട് ഇച്ചിരി ഓവറാക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിലീപേട്ടന്റെ പാട്ടുകളിൽ ഒന്നാമത്തെ ഇറങ്ങുന്നതിൽ വളരെ വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ പാട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓവറാന്നറിയാം, രണ്ടുപേരും പാടുകൾ നല്ല ഓവറാന്നറിയാം. എന്നാലും തേരിറങ്ങുകിലേ മഴ തോവതും തരുമോ നോവലിഞ്ഞു ഒരു സ്നേഹമിത്രയെഴുതാമോ ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു ദിലീപേട്ടൻ. പാട്ടുകളൊന്നും അറിയില്ലായിരുന്നില്ല, എഴുത്ത് മാത്രം അറിയില്ല. താങ്ക് യു. അടുത്ത